അനുവും ജിസയിലും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ രണ്ടുപേരും കുറ്റക്കാരാണ് എന്ന് ഓൾറെഡി ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞു. കൺഫെഷൻ റൂമിലിരിക്കുമ്പോഴാണ് അവരോട് ബിഗ് ബോസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ബിഗ് ബോസിലെ ഒരു ബോർഡുണ്ട്. അവിടെയുള്ള മത്സരാർത്ഥികൾ എന്ത് കുറ്റം ചെയ്താലും ആ ഒരു ബോർഡ് ആണ് തീരുമാനിക്കുന്നത് അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ തെറ്റ് ചെയ്താൽ മാത്രമല്ല അവിടെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ കൂടി ആലോചിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതാണ് ഒരു ബിഗ് ബോസ് ക്രൂ എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ നിലവിലെ നാട്ടിലെ നിയമങ്ങളൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോർട്ട് ഒരു ശിക്ഷ വിധിക്കുന്നത് പോലെ തന്നെ ബിഗ് ബോസിൻ്റെ കോടതി എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്രൂ ബിഗ് ബോസ് ടീമിൽ തന്നെയുണ്ട്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് എന്ത് ശിക്ഷയാണോ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നത്, മാത്രമല്ല ഓഡിയൻസിൻ്റെ റിയാക്ഷനും അതുപോലെ തന്നെ ഈ ഒരു കാര്യം എത്രമാത്രം ഗൗരവത്തോടെയാണ് ഓഡിയൻസ് എടുത്തിരിക്കുന്നത് എന്നെല്ലാം കണക്കിലെടുത്തായിരിക്കും അവർക്കൊരു ശിക്ഷ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ കൊടുക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഒരു യെല്ലോ കാർഡും അതുപോലെ തന്നെ വരുന്ന 1-2 ആഴ്ചയിലെ നോമിനേഷൻസിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ 2 പേരെയും നോമിനേറ്റ് ചെയ്തിരിക്കാം. ഈ 2 ശിക്ഷയും ഒരുമിച്ച് കൊടുത്തേക്കാം. ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ശിക്ഷ. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും തന്നെ പ്രൊമോ അപ്ഡേറ്റ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.